ആശാ വർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുന്നതിനിടെ CPM-നെ വെട്ടിലാക്കുകയാണ് 2021 തെരഞ്ഞെടുപ്പിൽ അവർ പുറത്തിറക്കിയ പ്രകടന പത്രിക. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നും മിനിമം കൂലി 700 രൂപയാക്കുമെന്നാണ് പ്രകടന പത്രികയിലെ അവകാശവാദം. അങ്ങനെയെങ്കിൽ പ്രതിമാസം 21,000 രൂപ ഓണറേറിയമായി നൽകുമെന്നാണ് LDF വാഗ്ദാനം ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ഉറപ്പാണ് LDF എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയാണ് ഇപ്പോൾ LDF-നെ തിരിഞ്ഞു കുത്തുന്നത്. എന്നാൽ 7,000 രൂപയാണ് നിലവിൽ ഓണറേറിയമായി നൽകുന്നത്. ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ട് ആശാമാർ സമരവുമായി രംഗത്തിറങ്ങിയതോടെ LDF സർക്കാരും പാർട്ടിയും ആശ കേന്ദ്ര സ്കീമാണെന്നും ആശാമാർക്ക് പണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരുമാണെന്ന വാദവുമായി രംഗത്ത് വന്നിരുന്നു. ആശാ വർക്കർമാർ തൊഴിലാളികളാണെന്ന് പോലും കേന്ദ്രം അംഗീകരിക്കുന്നില്ല. ഇൻസെൻറ്റീവായി 1 രൂപ പോലും കേന്ദ്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നിട്ടില്ലെന്നും കേരളം ആശാമാർക്ക് നൽകുന്നതിനായി വിനിയോഗിച്ച തുകയിൽ കേന്ദ്രവിഹിതമായി നൽകാനുള്ള 100 കോടി നൽകണമെന്നും ആവശ്യമുയർത്തി ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് താനും ആശാമാർക്കൊപ്പം ഉണ്ടാകും എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറേറിയം സർക്കാരിൻ്റെ ഔദാര്യമാണെന്നായിരുന്നു CITU നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PP പ്രേമയുടെ പ്രതികരണം. എന്നാൽ ഇതിന് നേർവിപരീതമാണ് LDF പ്രകടന പത്രികയിലുള്ളത്. പത്രികയിൽ സാമൂഹ്യ സുരക്ഷ എന്ന തലക്കെട്ടിന് കീഴിലാണ് ആശാ വർക്കർമാരുടെ കാര്യം പറയുന്നത്. സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപയെ ഉയർത്തുമെന്നും അംഗനവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തുമെന്നും കൂലി 700 രൂപയാകും എന്നുമാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അതേസമയം സർക്കാരും CPM-ഉം ആശാ വർക്കർമാരെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPM തൊഴിലാളികളുടെ പാർട്ടി എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മുതലാളിമാരുടെ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാമാരെ ഭീഷണിപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തതാണോ കമ്മ്യൂണിസമെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ സമരം ന്യായമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അവരുടെ സമരത്തിന് പിന്തുണ നൽകുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ആശാമാരുടെ ന്യായമായ അവകാശങ്ങൾ നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു.